നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന്. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 വൃശ്ചിക മാസം 13-ാം തീയതി ശനിയാഴ്ച, അതായത് 2025 നവംബർ മാസം 29-ാം തീയതി. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:30, അസ്തമയം വൈകിട്ട് 5:56. ഇന്ന് ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ആ 1.5 മണിക്കൂർ സമയം ഒരു ശുഭകർമ്മങ്ങളും അനുഷ്ഠിക്കാറില്ല. ശനിയാഴ്ചത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു. പൂർവഭദ്രവത എന്നാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിന് പറയുക. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക കുംഭവും അവസാനത്തെ 15 നാഴിക മീനവും രാശിയാകുന്നു. പുരൂരുട്ടാതി മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. ഏതൊക്കെയാണ് മുപ്പൂരങ്ങൾ? പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരം ഉത്രത്രയമുണ്ട്. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ തൃക്കേട്ട. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പൂരാടം, പുരൂരുട്ടാതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വിതക്കിൽ വിളയാ ഭൂമോ, വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോകിലവൻ വരാ. ഒരു യാത്ര പോയാൽ ഒരു വ്യക്തി തിരിച്ചു വരില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം യാത്രയ്ക്കോ മറ്റ് സംരംഭത്തിനോ അനുകൂലമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശനിയാഴ്ചയാണ്. വളരെ സാവധാനം സഞ്ചരിക്കുന്നു ശനി. ശനി എന്ന ഗ്രഹമാണ് ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ 2.5 വർഷം മിനിമം എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ശനൈശ്വരഹ എന്ന നാമധേയം, മന്ദഹ, അലസഹ എന്ന പേരൊക്കെ തന്നെ ശനീശ്വരന് സംജാതമായത്. ഇന്നത്തെ തിഥിയും നിങ്ങൾ മനസ്സിലാക്കും. ഇന്ന് നവമി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ നവമിയാണ്. എത്ര ശക്തമായാലും വെളുത്തപക്ഷത്തിലേതായാലും നവമി ഒരു റിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. അപ്രകാരം ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14 ഈ തിഥികൾ എപ്പോഴും വളരെ ദുർബലമാണ് സാമ്പത്തിക വിഷയത്തിൽ. അതിനാൽ സാമ്പത്തികമായൊരു വിഷയങ്ങൾക്കും ഈ തിഥിയെ നാം ആശ്രയിക്കാറില്ല. അതിനാൽ ശനിയാഴ്ചയാണ്, പുരൂരുട്ടാതി നക്ഷത്രമാണ്, നവമി തിഥിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനൊരു ശുഭമുഹൂർത്തം നൽകുന്നില്ല. എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 10:45 മുതൽ 11:30 വരെയുള്ള സമയം സ്വീകരിക്കുക. വളരെയധികം നിർബന്ധമാണെങ്കിൽ തന്നെ. ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോവുക. ശ്രീരാമസ്വാമി ഉള്ള സ്ഥലത്ത് ഹനുമാൻ ഉണ്ടാകും, മഹാവിഷ്ണു ഉള്ള സ്ഥലങ്ങളിലും ഉണ്ടാകും. അവിടെ ഹനുമാൻ അവൽ നിവേദ്യം അല്ലെങ്കിൽ ഗദ ഒപ്പിക്കൽ, അതുമല്ലെങ്കിൽ നെയ്വിളക്ക് വഴിപാടായി സമർപ്പിക്കുക. ശ്രീരാമസ്വാമി അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസം, പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കുക. നന്നായി ഓം ഹം ഹനുമതേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. അപ്രകാരം മഹാവിഷ്ണുവിനും വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് വളരെ ഗുണമാണെന്നറിയുക. നന്ദി, നമസ്തേ.